ഒരു മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം മലബാറിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇപ്പം ഞാനൊക്കെ MBBS പഠിക്കുന്ന 40 കൊല്ലം മുമ്പത്തെ 50 കൊല്ലം മുമ്പത്തെ എല്ലാ അവസാന വാക്കാണ് മെഡിക്കൽ കോളേജ്. അങ്ങനെയായിരുന്നു. അമേരിക്കയിലും ഇതായിരുന്നു മുമ്പത്തെ അവസ്ഥ. കുറേ അവിടെ ഗവൺമെൻറ് നേരിട്ടല്ല ഹോസ്പിറ്റൽ നടത്തുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൗണ്ടി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസ്. അപ്പോൾ അവർ ഒരു കോർപ്പറേറ്റ് മുനിസിപ്പാലിറ്റിയോ അങ്ങനെയുള്ള സ്ഥലത്ത് ആ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ, അപ്പോൾ അതിനകത്ത് അവിടെ പണക്കാരൊക്കെ കുറേ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടിയിട്ട് പിന്നെ ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്ലോസ് ചെയ്ത് പോയി. അതൊരു 60കളിലും 70കളിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരോഗ്യ രംഗത്തെ ക്വാളിറ്റി കൂട്ടാനാണെന്ന് പറഞ്ഞിട്ട് കുറേ റെസ്ട്രിക്ഷൻസ് വന്നു. ഇന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ വേണം, ഇന്ന സൗകര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ നടത്തണമെങ്കിൽ ഇന്ന പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം, എങ്കിലേ ഹോസ്പിറ്റലിന് റൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് തലത്തിലുള്ളതൊക്കെ അവർ തട്ടിമുട്ടി പിന്നെ ബോത്ത് ആൻഡ് മീൻസ് എന്ന് പറയുന്ന പോലെ വരവും ചെലവും ഒപ്പിച്ച് കൊണ്ടുപോയിരുന്ന സ്ഥാപനങ്ങളാണ്. ഇവർക്കൊന്നും, ഈ സ്ഥാപനങ്ങൾക്കൊന്നും ഇതുണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അതെല്ലാം അങ്ങ് കൂട്ടിപ്പോയി. ഇപ്പോൾ അമേരിക്കയിൽ ഈ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനത്തരം ആശുപത്രികളില്ല. ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ആശുപത്രികൾ തീരെയില്ല. അപ്പോൾ ആ സ്ഥാനത്തേക്ക് കടന്നു വന്നത് മാനേജ്ഡ് ഹെൽത്ത് കെയർ കമ്പനീസ് ആണ്. അതിൽ ഏറ്റവും ഒറ്റവാക്യം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത്, പല ആശുപത്രികൾക്ക് ഒരു സൂപ്രണ്ട് ഉണ്ടാവും, അതിലൊരു സീനിയർ ഡോക്ടറായിരിക്കും. അതങ്ങ് മാറിയിട്ട് MBA, ഫൈനാൻഷ്യൽ MBA ഉള്ള CEO വന്നു. അപ്പോൾ തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ആശുപത്രികളൊക്കെ ടേക്ക് ഓവർ വന്നിട്ട് അത് മുഴുവൻ ഇതേപോലത്തെ ചെയിൻ ഹോസ്പിറ്റലുകൾ, കമ്പനികൾ, വലിയ കമ്പനികൾ ഏറ്റെടുത്തു. അപ്പോൾ ഏറ്റെടുത്തിട്ട് കഴിഞ്ഞിട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ചികിത്സയ്ക്ക് പണം വേണം. അപ്പോൾ അതിനെന്താണ് അവരെന്നെ പഠിപ്പിച്ചു, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നതും നാട് നന്നാക്കാനൊന്നുമല്ലല്ലോ, അവർക്ക് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഒരു വർഷം ഇത് രണ്ടും ഇതിൻ്റെയൊക്കെ പാരന്റ് കമ്പനി വന്നു തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളും നടത്തുന്നതും ഇൻഷുറൻസ് കമ്പനികളും ഒക്കെ പാരന്റ് കമ്പനി പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ വർഷം ഇവർ ആശുപത്രിയുടെ ബില്ല് കൂട്ടും. അപ്പോൾ നെക്സ്റ്റ് ഇയർ പറയും ആശുപത്രിയുടെ ബില്ലൊക്കെ ഭയങ്കര കൂടുതലാണ്, പ്രീമിയം കൂട്ടും. അപ്പോൾ പ്രീമിയം കൂട്ടി എന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ വർഷം വീണ്ടും ഇവിടെ കൂട്ടും. ഇതിങ്ങനെ കൂട്ടി പോയിട്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് കാശ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഇതിനൊരു ചേഞ്ച് വരുത്താനാണ് ഒബാമ വന്നപ്പോൾ ഒബാമ കെയർ എന്നിട്ട് പരിപാടി കൊണ്ടുവന്നു. അത് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സർക്കാർ കുറച്ച് ആനുകൂല്യം കൊടുത്ത്, അപ്പോഴും ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ, ഇൻഷുറൻസിന് സർക്കാർ കോഴ്സ് കൊടുക്കുന്ന എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്ന് അപ്പോൾ ആൾക്കാർക്ക് താഴെക്കരയിലുള്ളവർക്ക് കുറേ സമാധാനം ഉണ്ടായിരുന്നു. ട്രംപ് വന്ന ഉടനെ അത് ആദ്യം ചെയ്ത പരിപാടി അത് എടുത്തു കളയല. ഇപ്പം അയാൾ വന്ന് ഒന്നും കൂടി ചെയ്തു, മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ഈ എമർജൻസികൾക്കൊക്കെ പണം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അതും ഇപ്പം നിർത്തിത്തറ ഇപ്പം പുതിയതായിട്ട് വന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഇത്തരം സെറ്റപ്പുകൾ ഇത് നശിപ്പിച്ചത് ഇത്തരം ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ആശുപത്രിക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് നല്ല കാര്യമാണ്. പക്ഷെ അത് അതാണ് പ്രശ്നം. ഏതാണ്ട് ഒരു സംഭവം അതുപോലെയുള്ളൊരു സംഭവം, അതുപോലെ അല്ലെങ്കിലും ഏതാണ്ട് അതുപോലെയുള്ളൊരു സംഭവം നമ്മൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പലരും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളിവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് പാസ്സായിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2010 തോന്നുന്നു. ഗുലാം നബി ആസാദ് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അത് വന്നത്, കേന്ദ്രം പാസ്സാക്കിയത്. പക്ഷേ ഹെൽത്ത് സംസ്ഥാന വിഷയമായതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഇതിനുള്ള ബില്ല് പാസ്സാക്കണം. നമ്മളിവിടെയും പാസ്സാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മളെ കേരളത്തിൽ പാസ്സായത്. ഇതിനകത്ത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളും ക്ലിനിക്കൊക്കെ നടത്തണമെങ്കിൽ ഇന്ന സംവിധാനങ്ങൾ വേണം എന്നുള്ള രീതിയിലുള്ള കുറേ റെസ്ട്രിക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും IMA അതിനകത്ത് ഇടപെട്ടു, കുറേ കേസായി, കുറേ നെഗോഷിയേഷനായി. അപ്പോൾ അതിനകത്ത് ഭയങ്കര രസമുള്ള കുറേ ക്ലോസുകൾ ഉണ്ടായിരുന്നു. ഒരു ഒറ്റയാൾ ക്ലിനിക്ക് നടത്തണമെങ്കിൽ പോലും ഇത്ര സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്പേസ് വേണം, ഇത്ര സ്ക്വയർ ഫീറ്റുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ വേണം, ബാത്റൂം വേണം, ക്വാളിഫൈഡ് നേഴ്സ് വേണം. അപ്പോൾ നമ്മളെ നാട്ടിലെ കേരളത്തിലെ ഈ ചികിത്സാ ചെലവ് പിടിച്ചു നിർത്തുന്നതിൻ്റെ പ്രധാന സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചെറുകിട ക്ലിനിക്കുകളും നമ്മുടെ ഫ്രണ്ട്ലി നൈബർഹുഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയും. നമ്മളെ തൊട്ടടുത്തുള്ള ചെറുകിട ആശുപത്രികൾ, ഒരു 10, 25, 30 ബെഡുള്ള 3-4 ഡോക്ടർമാരുള്ള
അത്തരം ആശുപത്രികളാണ് സാധാരണക്കാരൻ്റെ സാധാരണ അസുഖങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊന്നും നടത്താൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഗവൺമെൻറ് കുറേ വിട്ടുവീഴ്ചക്കൊക്കെ തയ്യാറായി. 20 ബെഡുള്ള ആശുപത്രി, ഇത് വൺ മാൻ ഷോ, ഒരു ഡോക്ടർ മാത്രമുള്ള ചെറിയ നഴ്സിംഗ് ഹോമുകൾക്കൊന്നും ഇത് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ തീരുമാനം ഇപ്പോഴും അത് നടപ്പിലായിട്ടില്ല. ഇപ്പോഴും അതിങ്ങനെ കേസും റിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണത്. അതിനകത്ത് അതിൽ ചില രസകരമായ ക്ലോസുകളുണ്ട്. ഉദാഹരണം, ഇപ്പം എൻ്റെ ഹോസ്പിറ്റൽ നമ്മളത് 140 ബെഡുള്ള ഒരു മീഡിയം ഹോസ്പിറ്റലാണ്, ചെറിയൊരു ഹോസ്പിറ്റലാണ്. ഈ ഫ്രണ്ട്ലി നൈബർഹുഡ് ഹോസ്പിറ്റലിൽ പെടുത്താവുന്നത്. അതിന് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, എമർജൻസി എല്ലാ സ്ഥലത്തും ചികിത്സിക്കണം. ശരി, നല്ല കാര്യമാണ്. പക്ഷേ എമർജൻസി അതിനൊരു കൊടുക്കുന്ന ഇത് ഇങ്ങനെയാണ്, ഇവരുടെയൊക്കെയുള്ള പരിപാടികൾ ഇങ്ങനെയാണ്. ഒരു ക്ലോസ് ഉണ്ട്, എമർജൻസി ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം റെഫർ ചെയ്യുക എന്നുള്ളത്, വേറെ വലിയ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് ഈ ആശുപത്രിയുടെ ഉത്തരവാദിത്തം. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ഒരു പയ്യൻ ബൈക്കിൽ നിന്ന് വീണു, ഇവിടെ കൊണ്ടുവന്നു, നാട്ടുകാരെ കൊണ്ടുവന്നു. ഇവൻ അബോധാവസ്ഥയിലാണ്, ഹെഡ് ഇഞ്ചുറി, തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ തലയ്ക്ക് പരിക്ക് പറ്റിയവനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവൻ ആദ്യം വെന്റിലേറ്ററിലാക്കണം ഫസ്റ്റ്. അപ്പോൾ ഈ ആശുപത്രിയിൽ വെന്റിലേറ്റർ വേണം, കാഷ്വാലിറ്റിയിൽ വെന്റിലേറ്റർ വേണം. വെന്റിലേറ്റർ വാങ്ങി വെച്ചാൽ ഇപ്പോൾ 7 ലക്ഷം കൊടുത്താൽ വെന്റിലേറ്റർ കിട്ടും. പക്ഷെ ഇത് പ്രവർത്തിപ്പിക്കണ്ടേ, അതിനാൾ വേണ്ടേ? ഈ നാട്ടിൻപുറത്തൊക്കെ ഈ വെന്റിലേറ്റർ നോക്കാൻ പറ്റുന്ന ഡോക്ടർമാരും നഴ്സുമാരും വേണ്ടേ? കഴിയില്ല. ഇവനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് എത്തിക്കണം. ഇതിന് സൗകര്യമുള്ള വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് വേണം. ഇത് എത്ര പേർക്ക് സാധിക്കും? അപ്പോൾ കോടികൾ മുടക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് പറ്റില്ല. എന്ത് സംഭവിക്കും? അവർ കൂട്ടി പോകും. അതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫൈനലി ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കില്ല. അപ്പോഴാണ് ഈ ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ആശുപത്രി കൊടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഒരു വേഗം കൊടുക്കുമല്ലോ. വൻകിടക്കാരന് പ്രശ്നമില്ല. കാരണം ഇവൻ ഒരു ഏരിയയിൽ 10 ആശുപത്രി ഉണ്ടെങ്കിൽ ഇവർക്ക് വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആംബുലൻസ് ഉണ്ടായാൽ മതി എല്ലായിടത്തും. ഇത് ഈ വലിയ വെന്റിലേറ്റർ ഇവർക്ക് ഇതിന് സൗകര്യമുള്ള, അപ്പോൾ ഇന്ന ആശുപത്രിയിൽ ഒരു ഹെഡ് ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ അവിടെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് അവനുണ്ടാക്കാൻ പ്രശ്നമില്ല. സർക്കാർ ആശുപത്രികൾ, PHCകൾ കേരളത്തിൽ ഈ ഒരു നെറ്റ്വർക്ക് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവും കൂടി. അത്തരം നെറ്റ്വർക്കിൽ ഈ ഒരു ഡിമാൻഡ് ഉണ്ട്. അവിടെ ഈ സർക്കാർ ആശുപത്രികളിലും ഇത്തരം സംവിധാനങ്ങൾ വേണമെന്നാണ്. കാരണം ഇപ്പൊ ഗവൺമെന്റിന്റെയും രജിസ്ട്രേഷൻ വേണമെന്നാണ്. പക്ഷെ അതിനകത്ത് എന്റെ ക്ലോസിൽ എന്തോ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ചെറുകിട ഹോസ്പിറ്റലുകളിൽ നിലവിൽ ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഇല്ലല്ലോ. ഇല്ല. അതുണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് പിന്നെ ഇവൻ കണ്ടമാനം ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഫൈനാൻസ് താളം തെറ്റും. അല്ലെങ്കിൽ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് കൂടും. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോടി 2 കോടി ലോൺ എടുത്താലേ അത് തിരിച്ചടയ്ക്കണ്ടേ? സ്വാഭാവികമായിട്ടും ആ ട്രീറ്റ്മെന്റ് കോസ്റ്റ് കൂടും, ബില്ല് കൂടും. നിങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്ന കാലത്ത്, അതായത് 10-30-35 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത്തരം ചെറിയ ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിൽ, ഡെൻസിറ്റിയിൽ കുറവ് സംഭവിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതിന്റെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് നാളെ IMAയുടെ ഒരു കണക്കുണ്ട്. 8,000-ഓളം ചെറുകിട ആശുപത്രികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിനകത്ത് ഇപ്പൊ പകുതിയിൽ താഴെയുള്ളൂ. ക്ലിനിക് ടൈപ്പ് ചെറുകിട ആശുപത്രികൾ. അതിനുള്ള ഒന്നാമത്തെ റീസൺ ഇത് മാത്രമല്ല, അതിന് വേറെയും കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നിയമങ്ങൾ ഇപ്പം തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 10-30 സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ ഒരു ഹോസ്പിറ്റലിന് പാലിക്കേണ്ടതുണ്ട്.